നമസ്കാരം. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ എല്ലാവരും നെട്ടോട്ടത്തിലാണ്. എന്തായാലും ഈ സമയത്താണ് പ്രതീക്ഷിച്ചിരുന്ന സീറ്റ് കിട്ടാതെ ആകെ പ്രതീക്ഷയുടെ പടുകുഴിയിൽ വീണിരിക്കുകയാണ് ശശി. ശരിക്കും ശശിക്ക് പാര എത്തിയത് അണികളുടെ ഇടയിൽ നിന്നാണ് എന്നാണ് സൂചന. എന്തായാലും തലശ്ശേരിയിൽ നിന്നും നിയമസഭയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിക്ക് സീറ്റ് നിഷേധിച്ചത് അണികളുടെ മാത്രമല്ല നേതാക്കളുടെയും എതിർപ്പ് ഭയന്നു എന്നാണ് സൂചന. ശശി മത്സരിച്ചാൽ അത് 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ സാധ്യതയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ നൽകിയതോടെയാണ് അവസാന നിമിഷം ശശിയുടെ പേര് വെട്ടിപ്പോയത്. ശശിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ശശിയെ കൈവിട്ടു എന്നാണ് അവസ്ഥ. പി ശശി തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കുമെന്നും ഇടതുപക്ഷത്തിന് മൂന്നാമതും ഊഴം ലഭിച്ചാൽ ആഭ്യന്തരമന്ത്രിയാകുമെന്നുള്ള അഭ്യൂഹം ശശിയുടെ അനുകൂലികളായ ചിലരാണ് പടച്ചുവിട്ടിരുന്നത്. ഈ പ്രചരണം ശശിയെ തിരിഞ്ഞുകുത്തി എന്നു വേണം കരുതാൻ. ശശി തലശ്ശേരിയിൽ മത്സരിച്ചാൽ CPM പ്രവർത്തകർ തന്നെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങുമെന്ന സന്ദേശം ചില നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നതായാണ് സൂചന. ഇതും നേതൃത്വം പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒടുവിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കാരായി രാജനാണ് തലശ്ശേരിയിൽ നറുക്കുവീണത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശി മുൻപ് EK നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഇതിനുശേഷവും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ DYFI വനിതാ നേതാവ് നൽകിയ പെരുമാറ്റ ദൂഷ്യം സംബന്ധിച്ച പരാതിയെ തുടർന്ന് ശശിയെ 2011 CPM പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത്. 2018 പിന്നീട് ശശിയെ തിരിച്ചെടുത്തതും. ഇതിനുശേഷം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും വളരെ പെട്ടെന്നാണ് ശശിക്ക് പരിഗണന ലഭിച്ചത്. ഈ പരിഗണനയാണ് CPM-ൽ കടുത്ത അതൃപ്തി നിലനിൽക്കെ രണ്ടാം പിണറായി സർക്കാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ചുമതല നൽകിയത്. ഈ സെലക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പറ്റിയ വലിയ തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പോലീസിനെതിരെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങൾ എന്നതാണ് ശ്രദ്ധേയവും. CPM പ്രവർത്തകരും നേതാക്കൾക്കും പോലും പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി കിട്ടാത്ത സാഹചര്യം ഉണ്ടായി എന്നാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതുകൂടി, അതായത് ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തിയതുകൂടി. CPM നേതൃത്വത്തിന്റെ താല്പര്യം പരിഗണിക്കാതെ നടത്തിയ പോലീസിന്റെ നിയമനങ്ങൾ സംബന്ധിച്ചും നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. പനമ്പള്ളി നഗറിലെ അഭിഭാഷക ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ചില ഇടപാടുകൾ സംബന്ധിച്ചും മുഖ്യമന്ത്രിക്ക് പരാതി ലഭിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. പാർട്ടി നേതാക്കളുടെ അതൃപ്തി തള്ളിക്കൊണ്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയെ വയ്ക്കാൻ താല്പര്യപ്പെട്ടതും. സർക്കാരിന്റെ അവസാന കാലയളവിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റിയാൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള കാരണത്താലും ശശിയെ മാറ്റാതിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ശശിക്കെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്ന സൂചനയും CPM കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. പ്രമുഖ CPM നേതാവ് തന്നെയാണ് ഇതു സംബന്ധമായ സൂചനകൾ നൽകിയത്. ഇതോടെ ഒരു കാര്യം എന്തായാലും ഉറപ്പായിരിക്കണം, ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഉണ്ടായാൽ പോലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശശിയെ എന്തായാലും ഇനി നിയമിക്കപ്പെടില്ല. പിന്നെ പാർട്ടി അന്വേഷണത്തെ നേരിടേണ്ടി വരും എന്നൊരു കാര്യം കൂടി.